കണ്ണൂർ തോട്ടട ITI സംഘർഷത്തിൽ KSUവിന്റെ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് KSU മാർച്ച് നടത്തിയത്. തോട്ടടയിൽ SFI അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് KSUവിന്റെ പ്രതിഷേധം. അന്ന് നടന്ന അക്രമ സംഭവങ്ങളിൽ KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റബിയാൻ അടക്കം ഗുരുതരമായ പരിക്കേറ്റിരുന്നു. വലിയ ആരോപണങ്ങളാണ് SFIക്കെതിരെ KSU അന്ന് ഉന്നയിച്ചത്. SFI ക്യാമ്പസിൽ പക്ഷപാതിത്വപരമായി ഏകപക്ഷീയമായി പെരുമാറുന്നു, യൂണിറ്റ് ഇടാൻ പോലും അനുമതി നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് വന്നിരുന്നത്. അതിന് പിന്നാലെയാണ് വലിയ സംഘർഷവും പിന്നെ അതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും ഉണ്ടായി. ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം അത് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, തോട്ടട ITIയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? നിയന്ത്രണ വിധേയമാണോ? ജിൽസി, കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ സംഘർഷം തുടരുകയാണ്. പോലീസ് 3 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും സംഘർഷം തന്നെ തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം തുടരുന്നു. പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പോലീസ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് തോട്ടട ITIയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോട്ടട സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ SFI പ്രവർത്തകർക്ക് നേരെയും പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുക, കുറ്റക്കാരായ മുഴുവൻ SFI പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്നത്തെ സംഘർഷത്തിൽ അതിഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് റിബിനെതിരെ പോലീസ് വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തി കേസെടുത്തിരുന്നു. ആ കേസുകൾ പിൻവലിക്കുക. ഒപ്പം തോട്ടട ITIയിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇടിമുറി പൊളിച്ചു നീക്കാൻ പോലീസ് തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടിപ്പുറത്ത്, അതായത് ജിംബി ജോർജ് ഹാളിന് സമീപത്തായി പോലീസ് ബാരിക്കേഡ് വെട്ടി തടഞ്ഞു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ആദ്യം മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. ബാരിക്കേഡ് പിടിച്ച് ഉലച്ച് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പ് ഉപയോഗിച്ച് പോലീസ് നേരെ കമ്പും മറ്റും വലിച്ചെറിയുന്നതായി. തൊട്ടു പിന്നാലെയാണ് ജലപീരങ്കി ആദ്യം പ്രയോഗിക്കുന്നത്. വനിതകളടക്കമുള്ള KSU പ്രവർത്തകർ ജലപീരങ്കി അടിച്ച് നിലത്ത് വീഴുന്നു. തുടർന്ന് വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് വീണ്ടും എത്തി. അങ്ങനെ 3 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ സൈഡിലൂടെയുള്ള ചെറിയ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. സംഘർഷത്തിന് അറുതിയായിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തകത്തേക്ക് കടക്കാനുള്ള ശ്രമം തന്നെ നടത്തുന്നു. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല.
യെസ്, സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്തിരുന്നു, പക്ഷേ മുഴുവൻ പേർക്കെതിരെയും കേസെടുത്തിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണോ ഇപ്പോൾ KSU സമരവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്? ഇതിൽ ജിൽസി 17 പേർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആകെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 12 പേർ SFI പ്രവർത്തകരാണ്. 5 KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു. ആ കേസെടുത്ത 5 KSU പ്രവർത്തകരിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള റിബിൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരുന്നു. അതായത് ഇരകൾക്കൊപ്പമാണ് പോലീസ് നിൽക്കുന്നതെന്നാണ് ഇരകൾക്കൊപ്പം പോലീസ് നിൽക്കുന്നില്ല, ഒപ്പം ഇരകൾക്കെതിരെ കേസെടുക്കുന്നു എന്നതാണ് KSUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും ഇപ്പോൾ ഈ പോലീസ് അവിടെ ബാരിക്കേഡ് കെട്ടിയ സ്ഥലത്ത് നിന്ന് പ്രവർത്തകർ ഇവിടെ റോഡിലേക്ക് വന്നിട്ടുണ്ട്. നേതാക്കൾ പ്രവർത്തകരെയുമായി ഇവിടെ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ IG ഓഫീസിലേക്കൊക്കെ തിരിയുന്ന ആ ജംഗ്ഷൻ അവിടെ ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. എന്തായാലും പ്രവർത്തകർ മുഴുവനായി പിരിഞ്ഞു പോയിട്ടില്ലെങ്കിലും പ്രതിഷേധത്തിന് ചെറിയ രീതിയിലുള്ള അയവ് വന്നിട്ടുണ്ട്. പക്ഷേ റോഡ് ഉപരോധിച്ചുള്ള കൂടുതൽ സമരത്തിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം കൂടിയാണ് അറിയേണ്ടത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.